ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോരൻ റെസിപ്പി തയ്യാറാക്കിയെടുത്താലോ. അതും ഒരു നോൺ വെജ് തോരനാണ് കേട്ടോ. അതായത് ചിക്കൻ ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറഞ്ഞ അളവിലുള്ള ചിക്കൻ നമുക്ക് ആവശ്യമുള്ളൂ. മെയിനായിട്ട് നമ്മളിവിടെ ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബോൺലെസ് ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് സാധാ ചിക്കനിൽ നിന്നും നമുക്ക് ബോണൊക്കെ മാറ്റിയെടുത്തിട്ട് ഇതേപോലെ ബോൺലെസ് ആയിട്ടുള്ള ഭാഗം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിനി ഇതിൽ ചേർക്കുന്നത് വെറും ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഈ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അരമണിക്കൂർ നിങ്ങൾ പുറത്ത് വെക്കുകയോ പുറത്ത് നല്ലപോലെ കവർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയോ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മളിവിടെ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ അരമണിക്കൂർ കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു പാനിലേക്ക് മാക്സിമം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിട്ടോ. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കാരണം നമുക്ക് ചിക്കനിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഊറി വരും. അപ്പോൾ ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ വെള്ളം വറ്റി പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചിക്കനും നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വേവിച്ച ചിക്കനൊക്കെ ഇവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ചൂടാറി കിട്ടുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ചോപ്പറിലേക്ക് ഒരു സബോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പിടി തേങ്ങയും കൂടിയും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചോപ്പറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. നിങ്ങൾ ഗ്രൈൻഡറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. അതായത് ഈ സബോള ഒന്നും നല്ലപോലെ അരയാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക, തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ചതച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ 1-2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ചോപ്പറിൽ ചതച്ച് വെച്ചേക്കണ നമ്മുടെ സബോളയും ഇഞ്ചി, പച്ചമുളക്, അതേപോലെ നമ്മുടെ തേങ്ങയും കൂടി ചതച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചതും പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ചിക്കനിൽ ഉപ്പുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് വേറെ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ നമുക്കതൊന്ന് മൊരിഞ്ഞ് കിട്ടുന്ന സമയം കൊണ്ട് നമ്മുടെ ചൂടാറാൻ വെച്ചേക്കുന്ന ചിക്കനും ഇതേപോലെ ചോപ്പറിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അരയാൻ പാടില്ല, ഇതൊന്ന് ചതഞ്ഞ് കിട്ടാൻ പാടുള്ളൂ. അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോരൻ വേണ്ടത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ മൊരിഞ്ഞ് വന്നേക്കണ നമ്മുടെ സബോളയും തേങ്ങയൊക്കെ കൂടി മൊരിയാൻ പാനിൽ കിട്ടി വെച്ചേക്കണേ ഇതിലേക്ക് നമ്മൾ ഈ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ചോപ്പറിലിട്ട് ചതയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് ഇട്ടാലും മതി കേട്ടോ. നല്ലപോലെ അരയാൻ പാടില്ല. അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ തോരൻ്റെ ഒരു ഫീല് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ചതച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയും സബോളയൊക്കെ ഇപ്പോൾ ഒരുവിധം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ചിക്കനും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് നമ്മൾ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് മൂടി വയ്ക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ ലോ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഉപ്പേരിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കില്ല. അതേപോലെ 5 മിനിറ്റ്, ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ആയാലും കുഴപ്പമില്ല. നമ്മൾ അടിയിലൊന്നും കരിയാൻ പാടില്ല. അതേപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം.